അലൈക്കും. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇത് എത്രയും വേഗം നമ്മൾ ഇതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്ത് തമിഴ്നാടുമായി ഒരു തീർപ്പിന് പെട്ടെന്ന് എത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മുല്ലപ്പെരിയാർ ഡാം ഇത് കുറേ കാലമായി ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് തമിഴ്നാടുമായിട്ട്. ഇതിനൊരു പ്രതിനിധി ഇത്ര നാളായിട്ടും കിട്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ കാലമായി പറയുന്ന അതിൻ്റെ ഉള്ളിലുള്ള സാധനമെല്ലാം പോയിന്. മനുഷ്യനിക്കാണ് വില അല്ലേ? നമുക്ക് എന്തിനാണ് ഏറ്റവും വില? മനുഷ്യനിക്കാണ്. മനുഷ്യനില്ലെങ്കിൽ നമുക്ക് എന്തിനിവിടെ ലോകം? 3 ജില്ലകളാണ് മെയിനായിട്ട് പോവുക. ബാക്കിയുള്ള ജനങ്ങൾക്കൊക്കെ ഉപദ്രവമാണ്. ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിലുള്ള നഷ്ടം നമുക്ക് തീരാ നഷ്ടമാണ്. കേരളത്തിന് എനിക്ക് പറയാനുള്ള തീരാ നഷ്ടമാണ്. അത് നമുക്ക് ഒരിക്കലും മനുഷ്യന്മാർ പോയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതിനു വേണ്ടി പെട്ടെന്നൊരു തീരുമാനമെടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. തിരുവിതാംകൂർ രാജാവ് അന്ന് അവരെ സഹായിച്ചതാണ്. കാരണം അവരെ വെള്ളമില്ലാതെ വിഷമിക്കുന്നത് കണ്ടിട്ട് അവർക്കൊരു സഹായം കൊടുത്തതാണ്. അപ്പോൾ അന്നത്തെ ഇതിൽ 1000 വർഷം എഴുതി കൊടുത്തു പോയി. അത് ഒരു മനുഷ്യൻ്റെ സാഹചര്യത്തിൽ വരുന്നതാണത്. അപ്പോൾ ഉദാഹരണത്തിൽ എന്നെ ഇപ്പോൾ ഒരുത്തേൽ കൊടുത്ത്, കാരണം ഞാൻ അവിടെ നിന്ന്, കാരണം വെച്ചാൽ ഞാനിപ്പോൾ പിന്നെ അവിടെ നിന്ന് ഫുഡ് കടയൊക്കെ ഉണ്ടാക്കും. അപ്പം എന്നെക്കൊണ്ട് ഫുഡ് കടലെല്ലാം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേങ്കിൽ എനിക്കൊരു രോഗം വന്ന് അപ്പം എൻ്റെ ആൾക്കാർ പറയുന്നത് എന്നെ തിരിച്ചു വേണമെന്ന്. അപ്പം കൊടുക്കണോ കൊടുക്കണ്ടേ? എനിക്ക് തമിഴ്നാട്ടുകാരോടാണ് പറയാനുള്ളത്, അത് എത്ര പെട്ടെന്ന് ഇതിനൊരു കോംപ്രമൈസ് ഉണ്ടാകണം. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഓരോ ദിവസവും എൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ജനങ്ങളുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയാൽ അവരെത്ര വിഷമം ഉണ്ടാവും. ഇന്ന് പൊട്ടുമോ നാളെ പൊട്ടുമോ, മഴ എപ്പോൾ കൂടുതൽ പെയ്യുന്നു, ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ളൊരു ജീവിതമാണുള്ളത്. അതിനൊരു പോംബായി കാണാതിരിക്കരുത്. അത് എത്രയും പെട്ടെന്ന് ഇതിപ്പം നിർമ്മിച്ചിട്ട് 130 വർഷമായിക്കുള്ളൂ, ശരിയല്ല? പക്ഷേങ്കിൽ എന്തിനാണ് നമുക്ക് ഗ്യാരണ്ടി ഉള്ളത്? എന്തെങ്കിലും ഒരു സാധനത്തിന് നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ സാധനം പീടിയെന്നൊരു ഫ്രിഡ്ജ് വാങ്ങും. ആ ഫ്രിഡ്ജ് 1 വർഷത്തെ ഗ്യാരണ്ടി, അത് 1 വർഷത്തെ ഗ്യാരണ്ടിയിൽ മുമ്പേ അത് നശിച്ചുപോയി. അപ്പം നമ്മളെന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ആ ഉടമസ്ഥനിക്ക് ഉടമസ്ഥനിക്ക് കൊടുക്കുക. അവരെ കണ്ട് ഉപയോഗിച്ചവർ അതിനുള്ള പൈസകൾ ഇത്ര നാളും അവർക്ക് കൊടുത്ത സാധനത്തിന് അവരുപയോഗിച്ച്. അപ്പം ആ ഉപയോഗിച്ചവർ ഇവർക്ക് എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? ഈ കൊടുത്ത ആൾക്കാർ അവരെ സഹകരിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ഇങ്ങനെ ഒരാളെ നമ്മൾ സഹായിച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജും ടി വിയൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന സാധനം അല്ലേ, അത് വിൽക്കുന്ന സാധനം. ഒരാളെ വിഷമങ്ങൾ കണ്ട് നമ്മൾ സഹായിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചും ഇങ്ങോട്ട് വരാം അല്ലേ? ഒരു തൊണ്ടയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളത്തിനാണ് സഹായിച്ചത്. അപ്പം നമ്മുടെ ഈ കേരളം വിഷമിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തമിഴ്നാട് ഇനി വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും ഇനി വേണ്ടി
അവരുമായി തമിഴ്നാട്ടുകാർക്ക് ഒരു വിഷമം വരുന്നില്ല, അവിടെയുള്ള ജനങ്ങൾക്കൊന്നും ഒരു വിഷമം വരാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ കോമ്പൗണ്ടിലില്ലാലോ ഇത് മരണം വരുന്നതൊന്നും. നമ്മളിത് മുൻകൈ എടുത്ത് നമ്മളതിനു വേണ്ടി വാദിക്കണം. ഇതിങ്ങനെ വെറുതെ വിട്ട് ഇത്ര കാലം ഇങ്ങനെ പോയി കഴിഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതിനിങ്ങനെ പോയി കഴിഞ്ഞാലൊന്നും നടക്കൂല. ഇങ്ങനെ ഒരു കേസിലും ഇതിലൊത്തൊന്നും പോയാലൊന്നും നടക്കുന്ന കാര്യമല്ല ഇത്. ഇതിന് മുന്നിട്ട് ആൾക്കാർ ഇറങ്ങി ഇതിനൊരു പോംവഴി കണ്ടെത്തണം. അല്ലാതെ എന്തു ചെയ്യും? അല്ലേ തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്യട്ടെ? അല്ല അവിടുത്തെ മന്ത്രി എന്ത് ചെയ്യട്ടെ? അവിടെ നല്ലൊരു സൗകര്യമായി ഈ ആൾക്കാരെല്ലാം കൊണ്ടുപോയി താമസിപ്പിച്ച് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കട്ടെ. എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കട്ടെ. അല്ലാതെ ഇത് ഇന്നാ പൊട്ടുന്നുള്ള ഈ ലോകത്തുള്ള അവസ്ഥയിലല്ല ജീവിക്കുന്നത്. അവർ പറയുന്നത് പൊട്ടൂലാന്ന് എന്താ തീർച്ച? ഈ വെള്ളം നമുക്ക് എൻ്റെ വയറ്റിൽ ഒരു കണക്കിനുള്ള ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിന്നാൻ കഴിയുമോ? അതേപോലെയാണ് എല്ലാത്തിനും ഒരു ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയങ്ങളുണ്ട്, ഒരു ഇതുണ്ട്. എല്ലാ സാധനവും അളന്നിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റുക. അതേപോലെ മുല്ലപ്പെരിയാർ ഡാം കുറേ കാലമായി നിർമ്മിച്ചിട്ട് അതിൻ്റെ സമയങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളതിന് വേണ്ടി നമ്മളെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഞാൻ ആ ജില്ലക്കാരിയല്ല, ഞാൻ കണ്ണൂർ ജില്ലക്കാരി. എനിക്കിത് ആലോചിക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. ഇത് ആലോചിച്ച് നോക്കുമ്പോൾ വളരെ വിഷമമാണ്. കാരണം ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മുടെ നാടിങ്ങനെ പോകുമ്പോൾ വളരെ വിഷമമുണ്ട്. നയമൊക്കെ വീഴുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെ മുല്ലപ്പെരിയാർ ഡാം പോയി കഴിഞ്ഞാൽ നമ്മളെത്ര ആൾക്കാരാണ്, നമ്മളെ സഹോദരന്മാർ, നമുക്കുണ്ടാകുന്ന പ്രത്യാശങ്ങൾ അവിടെയാണ് ഉള്ള ബിൽഡിങ്ങും ഉള്ള വ്യവസായവും എല്ലാം അവിടെയല്ല ഉള്ള മെയിൻ ഇമ്പോർട്ടൻ്റായ സ്ഥലമാണത്. എനിക്ക് പറയാനുള്ളത് ഇനി എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാറിന് ഒരു പരിഹാരം കാണണം. എനിക്കൊരു ഓർമ്മപ്പെടുത്തൽ. എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ.